തുടങ്ങുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി. തഫ്സീർ സൂറത്ത് ആൽ ഇംറാൻ വഹിയ സൂറത്തു സാലിസ വആയാതുഹാ മിഅതാൻ. നസലത് ഹാദിഹി സൂറ ഫിൽ മദീന വആയാതുഹാ മിഅതാൻ ബിഇത്തിഫാഖിൽ ആദ്ദീൻ ولكن اختلفوا في مواضع أدها بعضهم دون بعض منها ألف لام ميم أول السورة عدت في الكوفي آية والإنجيل الأولى لم تعد في الشام وهو الله. ബാക്കിയൊരു മൈക്ക് മ്യൂട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ സൂറത്ത് മദീനത്ത് അവതരിച്ച സൂറത്താണ്. ഇതിലെ ആയത്തുകൾ 200 കാര്യം ആയത്തുകൾ എണ്ണിയവർ എല്ലാവരുടെയും ഏകാഭിപ്രായമുള്ളതാണ്. പക്ഷെ ചില സ്ഥലങ്ങൾ ചിലർ എണ്ണിയിട്ടുണ്ട്, വേറെ ചിലർ എണ്ണിയിട്ടില്ല. എണ്ണം 200 കാര്യത്തിൽ യോജിക്കുമ്പോൾ തന്നെ ചിലത് ആയത്തായി ചിലർ എണ്ണും, മറ്റു ചിലർ എണ്ണാത്തതുണ്ട്. അതിൽ അലിഫ് ലാം മീം എന്നുള്ളത് ആദ്യത്തെ ആയത്തായിട്ട് ഓതിയവരുണ്ട്, എണ്ണിയവരുണ്ട്. എന്നാൽ ആദ്യത്തെ ആയത്തിന്റെ ഭാഗമായി അതിനെ കണ്ടവരുമുണ്ട്. അതുപോലെ തൗറാത്ത് വൽ ഇഞ്ചീൽ എന്ന് പറയുന്ന ഇഞ്ചീൽ എന്ന് ആദ്യം വരുന്ന ഭാഗം അവിടെ ഒരു ആയത്തായി എണ്ണിയവരും എണ്ണാത്തവരുണ്ട്. ഷാമി കൂഫി എണ്ണങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ സൂറത്തും ഇതും തമ്മിലുള്ള ചില താരതമ്യങ്ങളും ബന്ധങ്ങളും ചില പോയിന്റുകൾ ഈ ഒരു പേജിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനിയാണ് സൂറത്തിലേക്ക് വരുന്നത്. അൽ ഇത്തിസാൽ ബൈന ഹാദിഹി സൂറ വമാ ഖബ്ലഹ മിൻ വുജൂഹിൻ. പല വജുഹുകളിലൂടെ ഈ സൂറത്തും തൊട്ടുമുള്ള സൂറത്തും തമ്മിലുള്ള ബന്ധം. ഫമിൻഹ അന്ന കുല്ല മിൻഹുമ ബുദിഅ ബിദിക്രിൽ കിതാബ് വശഅനിൻ നാസ് വൽ ഇഖ്തിദാഇ ബിഹി. അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, രണ്ട് സൂറത്തും ആരംഭിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള പ്രസ്താവമുണ്ട്. ആ വിശുദ്ധ ഖുർആന്റെ ഹിദായത്ത് സ്വീകരിക്കുന്നതിൽ ജനങ്ങൾ കൈക്കൊള്ളുന്ന വ്യത്യസ്തമായ രീതികളും പരാമർശിക്കുന്നുണ്ട്. ബഖറയിലുണ്ട്, ഇവിടെയുണ്ട്. സൂറത്തുൽ ലൂല ദുകിറ അസ്നാഫുൻ നാസ് മൻ യുഅ്മിനു ബിഹി വമൻ ലാ യുഅ്മിൻ വൽ മുനാസിബ് ഫീ ദാലിക തഖ്ദീം ലിഅന്നഹു കലാം ഫീ അസ്ലി ദഅവ. ആദ്യത്തെ സൂറത്തിൽ അഥവാ ഈ കൂട്ടത്തിൽ ആദ്യ സൂറത്തിൽ അൽ ബഖറയിൽ ആളുകളുടെ വിഭാഗങ്ങൾ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട്, മുനാഫിഖീങ്ങളുണ്ട്. 3 കൂട്ടരെയും പറഞ്ഞു. കാഫിരീങ്ങളെ പറ്റിയും മുഅ്മിനീങ്ങളെ പറ്റിയും അധിക ആയത്തുകളില്ല, കൂടുതൽ ആയത്തുകൾ മുനാഫിഖീങ്ങളെ പറ്റിയാണ്. ഒരു മുനാസിബ് ഫീ ദാലിക അത്തഖ്ദീം, ആ സൂറത്തിൽ അത് മുന്നിൽ പറയണം എന്നുള്ളത് തന്നെയാണ് കൂടുതൽ അനുയോജ്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലിഅന്നഹു കലാം ഫീ അസ്ലി ദഅവ, ദഅവത്തിന്റെ ബേസിനെ സംബന്ധിച്ച കലാമാണത്. അപ്പൊ ഇത് സ്വീകരിക്കുന്നവർ, സ്വീകരിക്കാത്തവർ, രണ്ടും ഘട്ട നിലപാട് സ്വീകരിക്കുന്നവർ എന്ന് പറഞ്ഞ 3 വിഭാഗത്തെയും അള്ളാഹു തആല പരിചയപ്പെടുന്ന അവിടെ കൂടുതൽ അനുയോജ്യമാണ് തുടക്കത്തിലാവുക എന്നുള്ളത്. അപ്പൊ സാനിയ ദിക്റു الزائغين الذين يتبعون ما تشابه من ابتغاء الفتنة وابتغاء تأويله والراسخين في العلم الذين يؤمنون بمحكمه ومتشابهه ويقولون كل من عند ربنا والمناسب فيه التأخير لأنه فيما وقع بعد انتشار الدعوة. എന്നാൽ രണ്ടാമത്തെ സൂറയിൽ അഥവാ ഈ സൂറയിൽ പരാമർശമുള്ളത് സായിഗീങ്ങളെ പറ്റിയാണ്, വക്ര മനസ്സുള്ള ആൾക്കാരെ പറ്റി. അല്ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു, അവർ ഖുർആനിലെ മുതശാബിഹുകളുടെ പിന്നാലെ കൂടുകയാണ്. ഇബ്തിഗാ അൽ ഫിത്ന വബ്തിഗാ തഅ്വീലി, അത് ഒന്ന് അവരുടെ ഉദ്ദേശം ഫിത്നയാണ്, മറ്റൊന്ന് ഇത് ദുർവ്യാഖ്യാനിച്ച് ചെറുപ്പാക്കണം എന്നുള്ളതാണ്. ഈ 2 ഉദ്ദേശത്തോടു കൂടി മുതശാബിഹുകളുടെ പിന്നാലെ മാത്രം കൂടുന്ന ആൾക്കാരെ, വക്ര മനസ്സുള്ള ആൾക്കാരെ കുറിച്ചുള്ള പരാമർശം ഈ സൂറത്തിലുണ്ട്. അതേസമയത്ത് മറുഭാഗത്ത് റാസിഖീന ഫിൽ ഇൽം, വളരെ അടിയുറച്ച ഇൽമുള്ള ആൾക്കാരെ കുറിച്ചുള്ള പ്രസ്താവമുണ്ട്. അല്ലദീൻ യുഅ്മിനൂന ബിമുഹ്കമിഹി വമുതശാബിഹിഹി, അവർ ഖുർആനിലെ മുഹ്കമുകളെയും മുതശാബിഹുകളെയും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. വയഖൂലൂൻ കുല്ലു മിൻ ഇൻദി റബ്ബിന, എല്ലാം ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അവരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. വൽ മുനാസിബ് ഫീഹി അത്തഅഖീർ, ഇവിടെ അനുയോജ്യമായത് ആ വിഷയം പിന്നെ പറയലാണ്. അല്ലെങ്കിൽ അന്നഹു ഫീമാ വഖഅ ബഅദ ഇന്തിശാർ ദഅവ, ആദ്യത്തെ സൂറത്തിൽ പറയുമ്പോൾ അത് ആദ്യം പറഞ്ഞു, രണ്ടാമത്തെ സൂറത്തിൽ തഅഖീർ. അത് കാരണം ദഅവത്ത് എന്നുള്ളത് ഏറെക്കുറെ വ്യാപിച്ചതിന് ശേഷമുള്ള ഒരു പ്രതിഭാസമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ അതിൽ ദുർവ്യാഖ്യാനം തേടി, ഫിത്ന തേടി കുറെ ആൾക്കാർ അതിന്റെ പിന്നാലെ കൂടുക എന്നുള്ളത് ദഅവത്ത് മുന്തശറായ ശേഷമുള്ള സംഗതിയാണ്. അതുകൊണ്ട് അത് പിന്നാലെ പറയലാണ് കൂടുതൽ ശരി, അല്ലെങ്കിൽ അനുയോജ്യം. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, അന്ന കുല്ല മിൻഹും ഖദ് ഹാജ്ജ അഹ്ലൽ കിതാബ് ولكن أفاضت في محاجة اليهود واختصرت في محاجة النصارى.
അസാനിയ ബില്ലാസ്. പിന്നെ ഉള്ളൊരു താരതമ്യം രണ്ട് സൂറത്തിലും കാണുന്നത് അഹ്ലു കിതാബിനോടുള്ള സംവാദമുണ്ട്. രണ്ട് സൂറത്തും സംവദിക്കുന്നുണ്ട് നന്നായിട്ട്. പക്ഷേ ഒന്നാമത്തെ സൂറയിൽ അഥവാ അൽ ബഖറയിൽ യഹൂദികളുമായുള്ള സംവാദമാണ് വളരെ വിശാലമായി ഇഫാദത്തായിട്ട് പറഞ്ഞത്. അഫാദ പറഞ്ഞാൽ ഒഴുക്കി വിട്ടു എന്നാണ്, ധാരാളം ഒഴുക്കി വിട്ടു. എന്നാൽ നസാറാക്കളുമായിട്ടുള്ള സംവാദം അവിടെ വളരെ സംക്ഷിപ്തമായി മാത്രം പറഞ്ഞു. രണ്ടാമത്തെ സൂറത്ത് നേരെ തിരിച്ചാണ്. നസാറാക്കളുമായിട്ടുള്ള വളരെ കൂടുതലുണ്ട്, യഹൂദികളുമായിട്ടുള്ളത് താരതമ്യേന കുറവാണ്. വന്നസാറ മുതഅഖിറൂൻ അനിൽ യഹൂദ് ഫിൽ വുജൂദ്. വാസ്തവത്തിൽ ആസ്തിക്യം നോക്കുകയാണെങ്കിൽ യഹൂദികൾ ആദ്യം ഉണ്ടായി, നസാറ പിന്നുണ്ടായി. വഫിൽ ഖിതാബ് ബിദ്ദഅവ ലിൽ ഇസ്ലാം. അതേപോലെ ഇസ്ലാമിലേക്കുള്ള ദഅവത്ത് അവരോട് ഖിതാബ് ചെയ്യുന്നതിലും അവരോട് സംവദിക്കുന്നതിലും ആദ്യം പിന്നെ നസാറ, ആദ്യം യഹൂദ് പിന്നെ നസാറ. അപ്പൊ നാസബൻ തക്കൂൻ ലിഫാല ഫി ഹജ്ജത്തിഹിം ഫി സൂറ അസ്സാനിയ. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സൂറത്തിൽ അവരോടുള്ള സംവാദം വിശദമായി ഉണ്ടാവുക എന്നുള്ളതാണ് അനുയോജ്യമായി വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ കാണുന്നത്. മറ്റൊന്ന് മാഫിൽ ഊലാമിന്റെ തദ്കിർ ബി ഖൽഖി ആദം, അഫിസാനിയമിന്റെ തദ്കിർ ബി ഖൽഖി ഈസ. ആദം അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഭാഗം സൂറത്തുൽ ബഖറയിലുണ്ട്, പേരെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ സൂറത്തിൽ ഈസാ നബിയുടെ സൃഷ്ടിപ്പിനെ പറ്റിയുള്ള തദ്കീറുണ്ട്, ഓർമ്മപ്പെടുത്തലുണ്ട്. ഓ തഷ്ബീഹ് സാനി ബിൽ അവ്വൽ. മാത്രമല്ല ഇന്ന മസല ഈസാ അല്ലാഹിക മസലി ആദം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തേതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ സൂറയിൽ. ഈ കൗനിഹി ജാഅ ബദിഅൻ അലാ ഗൈരി സുന്നത്തിൻ സാബിഖ ഫിൽ ഖൽഖ്. സൃഷ്ടിപ്പിലെ നേരത്തെയുള്ള ഒരു രീതിയിലും അല്ലാതെ തികച്ചും നവീനമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് ഈസാ അലൈഹി സ്വലാം എന്ന് പറയുമ്പം ആദം നബി അങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് താരതമ്യം കൊണ്ടുവരുന്നുണ്ട്. വദാലിക യഖ്തളി അൻ യദ്കുർ കുല്ലു മിൻഹുമാ ഫി സൂറ അല്ലതി ഖറഫീഹ. അപ്പോൾ ഓരോന്നും ഏത് സൂറത്തിലാണ് പരാമർശിക്കപ്പെട്ടത് അവിടെ തന്നെ പരാമർശിക്കുന്നതിന്റെ താല്പര്യമാണ് അത് കൊണ്ടുവരുന്നത്. മറ്റൊന്ന് അന്നഫി കുല്ലി മിൻഹുമാ അഹ്കാമൻ മുഷ്തറക കഅഹ്കാമിൽ ഖിതാൽ. യുദ്ധരംഗത്തുള്ള ഹുക്കുമുകൾ പോലെ രണ്ടിലും ഒരുപോലെ പങ്കാളിത്തമുള്ള ഹുക്കുമുകളുണ്ട്. സൂറത്തുൽ ബഖറയിലും പറഞ്ഞു, ഇതിലും പറഞ്ഞു, മുഷ്തറക്കായിട്ടുള്ള അഹ്കാമുകൾ. അമൻ ഖാബല ബൈന ഹാദിൽ അഹ്കാം. ഈ വിധിവിലക്കുകളെ താരതമ്യം ചെയ്ത് പരിശോധിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താനാവും അന്ന മാഫിൽ ഉല ഹഖ് ബി തഖ്ദീം മാഫി സാനി അജ്ദർ ബി തഅഖീർ. ആദ്യ സൂറത്ത് പറഞ്ഞവ കൂടുതൽ മുന്നേ പറയാൻ യോഗ്യമായവയാണ്, രണ്ടാമത്തെ സൂറത്ത് പറഞ്ഞവ പിന്നെ പറയാൻ കൂടുതൽ അനുയോജ്യമായതുമാണ് എന്ന് താരതമ്യം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അത് ആ വിഷയങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ വിചാരിക്കാം. പിന്നൊന്ന് അദ്വാഉ ഫി ആഖിരി കുല്ലി മിൻഹുമാ. രണ്ടിന്റെ അവസാനത്തിൽ പ്രാർത്ഥനയുണ്ട്. അദ്വാ ഫിൽ ഊല യുനാസിബ് അദ്ദീൻ. ഒന്നാമത്തെ ദ്വാ ദീനിന്റെ ആരംഭത്തോട് കൂടുതൽ ബന്ധപ്പെട്ടതാണ്. ലിഅന്ന മുഅളമഹു ഫീമാ യതഅല്ലഖു ബി തക്ലീഫ്. കാരണം അതിലെ അധിക ഭാഗവും തക്ലീഫുമായി, ശർഈയായ നിയമങ്ങൾ നമുക്ക് ബാധകാക്കുന്ന പരിപാടിയാണ് തക്ലീഫാണ്, അതിനോട് ബന്ധപ്പെട്ടതാണ്. വതൽബിൻ നസ്ർ അല ജാഹിദ് ദഅവ. അതോടൊപ്പം ദഅവത്ത് നിഷേധിക്കുന്ന ആൾക്കാർക്കെതിരെ സഹായം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ട്. മുഹാരിബി അഹലിഹ. ദഅവത്തിന്റെ ആൾക്കാരോട് പോരാടുന്നവർക്കെതിരെ വിജയം വേണം. മസുന്ന അൽ ഖൗമിൽ കാഫിരീൻ എന്ന് പറഞ്ഞാണ് സൂറത്ത് ആൽ ഇംറാൻ അവസാനിക്കുന്നത്. അതാണ് പരാമർശം. അഫിസാലിയ രണ്ടാമത്തേല് യുനാസിബ് മാ ബഅദ ദാലിക്. അതിന് ശേഷമുള്ളതിനോടാണ് കൂടുതൽ യോജിപ്പ്. യനഹു യതളമ്മൻ അൽ കലാം ഫി ഖബൂലി ദഅവ. കാരണം ഇതിലുള്ളത് ദഅവത്ത് സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള കലാമാണ് ഉൾക്കൊള്ളുന്നത്. വതലബി ജസാ അലൈഹി ഫിൽ ആഖിറ. ദഅവത്ത് സ്വീകരിച്ചാൽ പരലോകത്ത് അതിന് പ്രതിഫലം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈ സൂറത്തിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ ചില താരതമ്യങ്ങളും ബന്ധങ്ങളും ഉണ്ട്. അവസാനത്തേത് മാ ഖാലഹു ബഅദുഹു മിൻ ഖത്മി സാനിയ മാ യുനാസിബ് ബദൽ ഊല കാനഹ മുതമ്മിമ ലഹ ذلك أنه بدأ الأولى بإثبات الفلاح للمتقين وختم الثانية بقوله واتقوا الله لعلكم تفلحون. സൂറത്ത് അൽ ബഖറ ആരംഭിക്കുമ്പോൾ മുത്തഖീങ്ങൾ ആണ് ഈ ഖുർആൻ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നവർ. ഹുദൽ മുത്തഖീൻ എന്ന മുത്തഖീങ്ങൾക്ക് ഹുദ എന്ന് പറയുമ്പോൾ ഹുദൽ നാസ് അതായത് സൂറത്ത് പറയുന്നുണ്ട്. അവ ജനങ്ങൾക്ക് മൊത്തം ഹുദ എന്നുള്ളതിന്റെ ശരിയായ അതിന്റെ പിന്നെ വിപുലമായ വശം. എന്നാൽ ഹുദൽ മുത്തഖീൻ എന്ന് പറയുമ്പോൾ മുത്തഖീങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഹുദ എന്നർത്ഥത്തിലാണ്. ആ മുത്തഖീങ്ങൾ അവർക്കാണ് വിജയം എന്ന് സ്ഥിരീകരിക്കുന്ന ഭാഗം ഈ ഒന്നാമത്തെ സൂറത്തിലുള്ളപ്പോൾ മുത്തഖീങ്ങൾ ആവണമെന്ന നിർദ്ദേശം രണ്ടാം സൂറത്തിൽ അവസാനിപ്പിക്കുമ്പോൾ വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞുകൊണ്ട്
രണ്ടാം സൂറത്ത് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ പരിശോധനയിൽ കാണുന്ന ചില താരതമ്യങ്ങളും ബന്ധങ്ങളും പറഞ്ഞുകൊണ്ടാണ് സൂറത്തിലേക്ക് വരുന്നത്. നമുക്ക് ആയത്തുകളിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്.